പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെയൊക്കെ ആജീവനാന്ത ശത്രുവാണ് ഇബ്ലീസ്, ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസ്, പിശാജ്, അല്ലെ, ശൈത്താൻ എന്നൊക്കെ നമ്മൾ പറയും. എല്ലാം ഒറ്റ വർഗമാണ്. അപ്പോൾ ഈ ഇബ്ലീസ് മനുഷ്യരായ നമ്മെ വഴിതെറ്റിക്കുന്ന പ്രധാനപ്പെട്ട 4 സമയങ്ങളുണ്ട്. ഇബ്ലീസ് മനുഷ്യനെ വഴിതെറ്റിക്കുന്ന 4 പ്രധാനപ്പെട്ട സമയങ്ങൾ, 4 സന്ദർഭങ്ങൾ. ആ സന്ദർഭങ്ങളിലൊക്കെ ഇബ്ലീസിനെ അതിജയിക്കാൻ 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. കൂടാതെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇബ്ലീസ് വരും. ഇബ്ലീസ് വരുന്നത് എങ്ങനെയാണ്? അവൻ്റെ ഉമ്മയുടെ രൂപത്തിൽ, വാപ്പയുടെ രൂപത്തിൽ അങ്ങനെ വരും എന്ന് ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. പലരും സംശയം ചോദിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടാവുമോ ഉസ്താദേ? അതിൻ്റെ കൃത്യമായ ഉത്തരം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അപ്പോൾ ഇബ്ലീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അവനെ ഓടിക്കാൻ നമ്മൾ ചെയ്തിരിക്കേണ്ട, ജീവിതത്തിൽ മറക്കാതെ ചെയ്യേണ്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നു. വീഡിയോ അവസാനം വരെ കാണാൻ മറക്കണ്ട. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പവിത്രതകളേറെ നിറഞ്ഞ വിശുദ്ധമായ ശഅബാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് ശഅബാൻ മാസത്തിന്റെ 5ാമത്തെ ദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ ശഅബാൻ മാസത്തിൽ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. സ്വലാത്തിന്റെ മാസം കൂടിയാണ്, അല്ലെ? സ്വലാത്തുമായി ബന്ധപ്പെട്ട ശഅബാൻ മാസത്തിൽ സ്വലാത്ത് ചൊല്ലണമെന്നുള്ള വിശദമായ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് ഈ വിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ഏതൊക്കെ തരത്തിലുള്ള സ്വലാത്തുകളാണ് ചൊല്ലേണ്ടത് എന്നുള്ള വിശാലമായ വീഡിയോകളൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ സംസാരിക്കാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വലാത്ത് ഒരുപാട് കണ്ട് ഈ ശഅബാൻ മാസത്തിൽ ചൊല്ലാനും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കടക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സറിഞ്ഞ് ഒരു അൽഹംദുലില്ലാ പറയണം. കാരണം എത്രയോ ആളുകളാണ് ഇന്നലത്തെ രാത്രി മരണപ്പെട്ടു പോയത്. ഇപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിലെ ഒരു സഹോദരൻ ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നതാണ്. നമസ്കാരമൊക്കെ കഴിഞ്ഞ്, ഭക്ഷണമൊക്കെ കഴിഞ്ഞ്, ഗുളികയൊക്കെ കഴിച്ച് അദ്ദേഹം കിടന്നതാണ്. പക്ഷേ വെളുപ്പിന് അദ്ദേഹം മരണപ്പെട്ടു. സൈലന്റ് അറ്റാക്ക് ആണ് എന്നാണ് അറിയാൻ സാധിച്ചത്. അള്ളാഹു താല മരണപ്പെട്ട എല്ലാവർക്കും, അദ്ദേഹം ഉൾപ്പെടെ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. നമ്മളെന്നും അള്ളാഹു താല ഉറക്കത്തിൽ മരിപ്പിക്കാതെ നമ്മളെ അള്ളാഹു താല ജീവനോടെ ഇന്നത്തെ ദിവസം ആക്കിയിട്ടുണ്ട്, അല്ലെ? അൽഹംദുലില്ലാ. ഒരുപാട് ഇബാദത്തുകളൊക്കെ എടുക്കാനുള്ള തൗഫീഖ് തരട്ടെ. മനസ്സറിഞ്ഞ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള നിഅമത്തുകളൊക്കെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഇൻഷാ അല്ലാഹ് ഒരു 3 വട്ടം നമുക്കൊരു ഹംദ് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ നിഅമത്തും നിലനിർത്തി തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഏകദേശം ഒരാഴ്ച മുമ്പ് ഇബ്ലീസുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടത്തി. ഇബ്ലീസ് ആരാണ്? പിശാച് ആരാണ്? മോശപ്പെട്ട ജിന്ന് ആരാണ്? അവരെങ്ങനെയാണ് ജീവിക്കുക? അവരെന്താണ് ചെയ്യുക? എന്നൊക്കെ ചെറുതായിട്ട് നമ്മളൊരു വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും ചോദിച്ചു, ഉസ്താദെ, ഇബ്ലീസ് കല്യാണം കഴിക്കുമോ? ഇബ്ലീസ് കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ ജിന്ന് വിഭാഗത്തിൽപ്പെട്ട മോശപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ ഇബ്ലീസ് കല്യാണം കഴിച്ചിട്ടുള്ളത് ജിന്ന് വിഭാഗത്തിൽപ്പെട്ട മോശപ്പെട്ട ഒരു സ്ത്രീയെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ഇവർ തമ്മിൽ ചേർന്നപ്പോൾ ഒരുപാട് മക്കൾ ഇവർക്കുണ്ടായി. ഇബ്ലീസ് എന്ന് പറഞ്ഞ നേതാവ്, അവൻ്റെ ഭാര്യ, ഇവർക്ക് തമ്മിൽ ഒരുപാട് കുട്ടികളുണ്ടെന്നാണ്. ഈ കുട്ടികളാണ് ലോകത്തിങ്ങനെ ഒരുപാട് വ്യാപിച്ചിട്ട് ലോകത്തെ ജനങ്ങളെ കൊണ്ട് തെറ്റുകളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിക്കുന്നത് ഈ മക്കളാണ്. ഓരോ മക്കൾക്കും ഇബ്ലീസ് വ്യത്യസ്തമായ ജോലികൾ ഏൽപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാൻ പറ്റും. ഞങ്ങളൊക്കെ ദർസിൽ പഠിക്കുന്ന സമയത്ത് ഉസ്താദ് പറഞ്ഞു തന്നെ ഓർക്കുന്നുണ്ട്, ഇബ്ലീസിന്റെ 2 തുടകൾ തമ്മിൽ ഉരസുമ്പോൾ മക്കൾ ഉണ്ടാകുമെന്നാണ്. അങ്ങനെയും കേട്ടിട്ടുണ്ട്. അല്ലാഹു ആലം, എന്താണെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് നിഗൂഢതകളുമുള്ള ഒരു ജീവിവർഗമാണ് ജിന്നുകൾ, പ്രത്യേകിച്ച് പിശാജ്, ഇബ്ലീസ് എന്നുള്ളത്. അപ്പൊ ഈ ഇബ്ലീസ് മനുഷ്യനെ ഉപദ്രവിക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കും. അതിനുവേണ്ടിയാണ് അല്ലാഹു തആല ഇബ്ലീസിനെ ലോകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. മഹാനായ നമ്മുടെ വല്ലുപ്പ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും വസുവാസിലാക്കിയ ആളാണ് ഇബ്ലീസ്. അപ്പൊ അവനെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മളുടെ രക്തം സഞ്ചരിക്കുന്ന എല്ലാ സ്ഥലത്തും ഇബ്ലീസ് സഞ്ചരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എപ്പോഴും ഇബ്ലീസിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ
നമുക്ക് 4 വഴികളുണ്ട്. ഒരുപാട് വഴിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 4 വഴി ഇബ്ലീസിന്റെ ഷർറിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ. അതിനു മുമ്പ് 4 കാര്യം ഒന്ന് പറയട്ടെ. അതായത് ഇബ്ലീസ്, ഷെയ്ത്വാൻ, പിശാച് നമ്മളെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള, നമ്മളെ തെറ്റിലേക്ക് നയിക്കാൻ അല്ലെങ്കിൽ നമ്മളെ ദുർബോധനത്തിലാക്കാൻ സാധ്യതയുള്ള 4 സമയങ്ങളുണ്ട്, 4 സന്ദർഭങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തെ സമയമാണ്, സന്ദർഭമാണ് നമ്മുടെ ഇബാദത്തിന്റെ സന്ദർഭം. ഇബ്ലീസിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് മനുഷ്യൻ നിസ്കരിക്കുക, നോമ്പ് പിടിക്കുക, ഖുർആൻ ഓതുക, സ്വലാത്ത് പറയുക, ദിക്ർ പറയുക, ദുആ ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക, ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക. ഇതൊക്കെ ഇബ്ലീസിന് ഒട്ടും ഇഷ്ടമില്ല. നമ്മൾ മനുഷ്യന്മാർ ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമില്ല. അവൻ അസൂയയോടെ നോക്കുക മാത്രമല്ല, നമ്മളെ നന്മയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ അവൻ ശ്രമിക്കുമെന്നാണ്. ഒരു മനുഷ്യൻ സ്വതക്ക ചെയ്യാൻ വേണ്ടി അവൻ ഉദ്ദേശിക്കുമ്പോൾ, അവൻ മനസ്സിൽ കരുതുമ്പോൾ ഇബ്ലീസ് വസ്വാസ് ഇടുമെന്ന, എന്തിനാണ് നീ സ്വതക്ക കൊടുക്കണത്? ആ പൈസ കൊണ്ട് നിനക്ക് കുട്ടികളുടെ ഫീസ് അടക്കാൻ പാടില്ലേ? അല്ലെങ്കിൽ നിനക്ക് മരുന്ന് വാങ്ങാൻ പാടില്ലേ? അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലേക്ക് പല ചിന്തകളും ഇട്ട് തന്ന് സ്വതക്ക കൊടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുമെന്നാണ്. ഇനി അവനിക്ക് പിന്തിരിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ 500 രൂപ കൊടുക്കണമെന്ന് വിചാരിച്ച ആളെ കൊണ്ട് അവൻ കുറച്ച് അത് 50 രൂപ ആക്കിക്കും. അങ്ങനെ പരമാവധി നന്മ ചെയ്യാതിരിപ്പിക്കാൻ ഇബ്ലീസ് ശ്രമിക്കുമെന്ന. പ്രത്യേകിച്ച് നിസ്കാരത്തിന്റെ സമയത്ത് ഇബ്ലീസ് ഏറ്റവും കൂടുതൽ മനുഷ്യനെ വസ്വാസിലാക്കുമെന്നാണ്. പല ചിന്തകളും പല വസ്വാസുകളും, ഞാൻ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതിയോ, റുക്കൂ ചെയ്തോ, എത്ര റക്അത്താണ്, ഇങ്ങനെ ഒരുപാട് വസ്വാസ് പിശാച് നിസ്കാരത്തിന്റെ ഇടയിൽ മനുഷ്യന് കൊടുക്കുമെന്നാണ്. ഒന്നാമത്തെ സന്ദർഭം അതാണ്, ഇബാദത്ത് ചെയ്യുക. ചില ഉമ്മമാരൊക്കെ ഉണ്ട്, അനുഭവം പറയും, ഉസ്താദേ ഖുർആൻ ഓതാൻ വേണ്ടി ഖുർആൻ എടുത്ത് ഓതി തുടങ്ങുമ്പോൾ 1-2 ആയത്ത് ഓതുമ്പോൾ തന്നെ ഇങ്ങനെ ഉറങ്ങിപ്പോകുകയാണ്. എന്നാൽ വേറെ ഒരു കാര്യം കാണാനോ ചെയ്യാനോ ഉറക്കമില്ല. അടുക്കളയിൽ ജോലി പാതിരാത്രി വരെ ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോണിൽ കണ്ടോണ്ടിരിക്കാൻ അത് പാതിരാത്രി വരെ ചെയ്യാം. പക്ഷെ ഖുർആൻ ഓതാൻ വേണ്ടി ഒന്ന് എടുത്താൽ അപ്പം തന്നെ കോട്ടുവായിട്ട് ഉറക്കം വന്ന് കണ്ണൊക്കെ അങ്ങനെ അടഞ്ഞു പോവുക. എന്താ? ഇബ്ലീസിന്റെ ഷർറാണ്, ഇബ്ലീസിന്റെ വസ്വാസാണത്. അവനിക്ക് ഇഷ്ടമല്ല ഉമ്മ നിങ്ങൾ ഖുർആൻ ഓതുന്നത്, അവനിക്ക് ഇഷ്ടമല്ല വാപ്പാ നിങ്ങൾ നിസ്കരിക്കുന്നു. അതുകൊണ്ട് ഒന്നാമത്തെ സന്ദർഭം നമ്മൾ ഇബാദത്ത് ചെയ്യുന്ന സന്ദർഭമാണ്. രണ്ടാമത്തെ സന്ദർഭം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കാൻ അവൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഭാര്യ ഭർത്താവ് അവരൊന്നിച്ചിരിക്കുമ്പോൾ അവർക്കിടയിൽ സംസാരം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഇങ്ങനെ വസ്വാസിലാക്കാൻ, അവരെ തമ്മിൽ പിണക്കിക്കാൻ, അവരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി അവൻ പരമാവധി ശ്രമിക്കുമെന്നാണ്. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സ്വസ്ഥതയും സമാധാനവും തരട്ടെ. വസ്വാസ് ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഭർത്താവിന്റെ മനസ്സിൽ സംശയം ഇട്ട് കൊടുക്കും, ഭാര്യയുടെ മനസ്സിൽ സംശയം ഇട്ട് കൊടുക്കും. അങ്ങനെ സംശയ നിഴലിലായി അവസാനം കുടുംബം വേർപിരിയുന്ന അവസ്ഥ. ഇബ്ലീസ് ഏറ്റവും കൂടുതൽ പൊട്ടിച്ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വേർപിരിയുമ്പോഴാണെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് കുടുംബത്തിൽ എപ്പോഴും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവണം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഇബ്ലീസിന്റെ ഷർറാണെന്ന് മനസ്സിലാക്കി അത് നമ്മൾ പറഞ്ഞു തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ സന്ദർഭം എന്ന് പറഞ്ഞാൽ അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒറ്റക്കാകുന്ന സമയത്ത് അവർ രണ്ടുപേരും മാത്രമല്ല മൂന്നാമനായി ഇബ്ലീസ് വരുമെന്നാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭമൊക്കെ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായാൽ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്നുള്ള ആ വചനങ്ങൾ, അതുപോലെ തന്നെ ആയത്തുൽ കുർസിയൊക്കെ ആ സമയത്ത് ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തെറ്റിലേക്ക് അവൻ നമ്മളെ ക്ഷണിക്കുന്ന ഒരു സന്ദർഭമാണ് ആ ഒരു സന്ദർഭം. മൂന്നാമത്തെ സന്ദർഭം അതാണ്. നാലാമത്തെ സന്ദർഭം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരിക്കുന്ന സമയമാണ്, മരണത്തോട് അടുക്കുന്ന സമയം. ആ സമയത്ത് എന്ത് ചെയ്യും? ഈ മരണാസന്നനായ വ്യക്തിയുടെ അടുക്കൽ ഇബ്ലീസ് വരുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. ദാഹ മൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദ്രീങ്ങളാൽ തുണറബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇബ്ലീസ് മനുഷ്യനെ വഴിതെറ്റിക്കുന്ന നാലാമത്തെ സന്ദർഭം, അവനെ വസ്വാസിലാക്കുന്ന എത്രത്തോളം വാപ്പയുടെ രൂപത്തിൽ, ഉമ്മയുടെ രൂപത്തിൽ വരും. വാപ്പ മരിച്ചവരാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ, ഭാര്യയുടെ രൂപത്തിൽ ഭർത്താവിന്റെ അടുക്കൽ, ഭർത്താവിന്റെ രൂപത്തിൽ ഭാര്യയുടെ അടുക്കൽ, ആ കോലത്തിൽ വരും. എന്നിട്ട് അത് മരിക്കാൻ ആ ഒരു കിടക്കുന്ന ആ വ്യക്തിക്ക് മാത്രമേ കാണാൻ പറ്റൂ. വന്നിട്ട് പറയും, മോനെ നിനക്ക് ദാഹിക്കുന്നുണ്ടോ? മരണാസന്നനായ വ്യക്തി, മരണത്തോട് മുഖാമുഖം കാണുന്ന വ്യക്തിയെ ഒരു നദിയിലെ പുഴയിലെ വെള്ളം മുഴുവനും കുടിച്ചാൽ പോലും ദാഹം തീരാത്ത അവസ്ഥയാണ്. ആ സമയത്താണ് ഇബ്ലീസ് വരുന്നത്.
അവിടെ വന്നിട്ട് അവൻ വാപ്പയുടെ രൂപത്തിൽ ഉമ്മയുടെ രൂപത്തിൽ വന്നിട്ട് അവൻ വസ്വാസിലാക്കും. എത്രത്തോളം? അവൻ പറയും, മോനെ നിനക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് വെള്ളം തരാം, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, അല്ലാഹു അല്ല ആരാധനക്കർഹൻ എന്ന് നീ പറയണം. അല്ലാഹു അല്ലാതെ ഒരുപാട് പേര് ആരാധനക്ക് ഉണ്ട് എന്നൊക്കെ നീ പറയണം. അതായത് ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് നീ പിന്മാറണം എന്ന് പറഞ്ഞു വസ്വാസിലാക്കും, നമ്മെ ഭീതിപ്പെടുത്തും, നമ്മെ മോശത്തരത്തിലേക്ക് കൊണ്ടുപോകും. ആ സമയത്ത് പിടിച്ചു നിൽക്കണം. അതാണ് മഹത്തുക്കളൊക്കെ പാടുന്നത്, ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദ്രീങ്ങളാൽ തുണ റബ്ബന. അല്ലാഹുവേ, ആ സമയത്ത് ഇബ്ലീസിനെ ഓടിക്കാൻ ബദ്രീങ്ങളാൽ ഞങ്ങൾക്ക് കാവൽ തരണേ. അല്ലെ, ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇബ്ലീസ് വരുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ആ സമയത്ത് അയാൾക്ക് ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് വേറെ വസ്വാസൊന്നും ഇല്ലാതെ ചിലപ്പോൾ അയാൾ മുഖാമുഖം ഇങ്ങനെ മരണത്തെ കാണുകയായിരിക്കും. ആ സമയത്ത് അവിടെ നിന്നിട്ട് നമ്മൾ അയാൾക്കിടങ്ങേറാക്കുന്ന അല്ലെങ്കിൽ അയാൾക്ക് കെലിമ ചൊല്ലി മരിക്കാൻ വിഷമമാകുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ല. ഉമ്മ ഇങ്ങനെ മരിക്കാൻ കിടക്കുകയോ അങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ 2-3 ദിവസമായിട്ട് സുഖമില്ല, ഇങ്ങനെ കിടപ്പിലാണ്, ഇങ്ങനെ കണ്ണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട്. ചില ആളുകളുണ്ട് ഇങ്ങനെ മരിക്കുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പേ അവരിങ്ങനെ ആരോ ആ റൂമിലുണ്ട് എന്നൊക്കെ അവർക്ക് തോന്നിക്കുന്ന രൂപത്തിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങനെ നോക്കും, ചിലപ്പോൾ ഇങ്ങോട്ട് നോക്കും, ചിലപ്പോൾ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകും. അങ്ങനെയൊക്കെ ചില അടയാളങ്ങൾ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര എന്നൊക്കെ പറയും, ഭയങ്കര ശ്വാസം ഇങ്ങനെ എടുക്കുന്നു, നിശ്വസിക്കുന്നു, അങ്ങനെ പല അവസ്ഥകളൊക്കെ ഉണ്ടാകും. കൈയൊക്കെ ഇങ്ങനെ മരവിച്ച് വരിക, തണുക്കുക, അതൊക്കെ എന്താണ്? മരിക്കും എന്നതിൻ്റെ ചില ലക്ഷണങ്ങളാണ്. അപ്പോൾ അല്ലാഹു തആല നമുക്കൊക്കെ നല്ല മരണം തരട്ടെ, ആമീൻ. അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ എന്താണ്, ഒന്നാമത് അവരെ കിബിലയിലേക്ക് നേരെ തിരിച്ചു കിടത്തുക. കിബിലയിലേക്ക് കിടത്തുക എന്ന് പറഞ്ഞാൽ കാലിൻ്റെ അടിഭാഗം, മുഖം, നെഞ്ച് കിബിലക്ക് വരുന്ന വിധത്തിൽ കിടത്തണം. അതായത് കാലിൻ്റെ അടിഭാഗം, ഇത് 2 കാലിൻ്റെ അടിഭാഗം കിബിലയിലേക്ക്, അതായത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കാല് വരിക. തല എവിടെ വരണം? ഈ തല നമ്മുടെ കിഴക്ക് ഭാഗത്ത്. എന്നിട്ട് ഒരല്പം ഇങ്ങനെ തലങ്ങണിയോ എന്തെങ്കിലുമൊക്കെ സാധനം വെച്ച് ഇങ്ങനെ പൊക്കി കൊടുക്കുക. അപ്പോൾ മുഖം എന്ത് ചെയ്യും? കിബിലയിലേക്ക് വരും, നെഞ്ചും കിബിലയിലേക്ക് വരും. അപ്പോൾ ആ രൂപത്തിൽ കിടത്തണമെന്നാണ്. ആ രൂപത്തിൽ കിടത്തലാണ് നല്ലതെന്ന് തുഹ്ഫയിലും ഫതുഹുൽ മുഈനിലും ഒക്കെ ഉണ്ടാകും. അപ്പോൾ കാലപ്പോൾ കിബിലയിലേക്ക് നീട്ടാമോ? നീട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കാല് നമ്മൾ എന്ത് ചെയ്യുക? ആ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ, ആ ഒരു രൂപത്തിലായിരിക്കണം കിടത്തേണ്ടത്. മരിച്ചാലും ഇങ്ങനെയാണ് കിടത്തേണ്ടത്. അപ്പം അങ്ങനെ കിടത്തി കൊടുക്കുക. അതെന്താണ്? അയാൾക്ക് വലിയൊരു റാഹത്ത് ഉണ്ടാകുമെന്ന്, കിബിലയിലേക്ക് തിരിഞ്ഞ് കിടക്കുക. മാത്രമല്ല അതിൻ്റെ അടുക്കൽ വെച്ചിട്ട് സൂറത്ത് യാസീൻ പറ്റുന്നത് പോലെ ആളുകളൊക്കെ ഓതുക. മാത്രമല്ല അവിടെ വെച്ചിട്ട് സൂറത്തുർ റഅദ് വയുഖ്റഉ ഇൻദഹു സൂറത്തുർ റഅദ് സിർറൻ, പതിയെ സൂറത്തുർ റഅദ് പരമാവധി ഇങ്ങനെ ഓതുക. എന്തിനാ ഓതുന്നത്? ആ സൂറത്തുർ റഅദിന്റെ ബർക്കത്ത് കൊണ്ട് അയാളുടെ റൂഹ് ഒരു പ്രയാസവുമില്ലാതെ വേഗത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാവാൻ. മാത്രമല്ല ഇടക്കിടക്ക് നല്ലപോലെ വെള്ളം കൊടുക്കുക, സംസം വെള്ളം കൊടുക്കാം, അതുപോലെ കരിക്ക് വെള്ളം, അങ്ങനെയൊക്കെ കൊടുക്കാം. വെള്ളം, നല്ല പച്ചവെള്ളം അവർക്ക് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് പുഴയിലെ മുഴുവൻ വെള്ളം കുടിച്ചാലും മാറാത്ത ദാഹമുണ്ടാകുമെന്നാണ്. ആ സമയത്ത് വെള്ളം നമുക്ക് കൊടുക്കാം. ആ കാര്യം മറന്നു പോവണ്ട. പിന്നെയോ, നമുക്ക് ബന്ധുക്കളിൽപ്പെട്ട ആരെങ്കിലും, മകനോ അല്ലെങ്കിൽ മകളോ അല്ല, ബന്ധുക്കളിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ അയാളുടെ അടുക്കൽ ചെന്നിട്ട് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ പറഞ്ഞു കൊടുക്കലും നല്ലതാണ് കേട്ടോ. ആ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊക്കെ ഈ മരണാസന്നനായ വ്യക്തിയുടെ അടുക്കൽ ചെന്ന് ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങളാണ്. പിന്നെ തത്ഹീർ ഉണ്ടാവണം. അയാളിങ്ങനെ ചിലപ്പോൾ മൂത്രമൊക്കെ ഒഴിച്ചു പോകും, അത് അപ്പം തന്നെ വൃത്തിയാക്കി കൊടുക്കും. ഒരു നജസിൽ കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. വയുഹ്സിനു ളന്നഹു, അയാളുടെ ധാരണ നന്നാക്കി കൊടുക്കും. ഉമ്മ വിഷമിക്കേണ്ട കേട്ടോ, സങ്കടപ്പെടേണ്ട, ഇൻഷാ അല്ലാഹ് എല്ലാം ഖൈറാകും, ഇൻഷാ അല്ലാഹ് ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറ, ലാ ഇലാഹ ഇല്ല, അങ്ങനെയൊക്കെ ചൊല്ലി ഒരു സന്തോഷിപ്പിക്കുന്ന ഒരു വർത്തമാനമായിരിക്കണം അവിടെ വെച്ച് പറയേണ്ടത്. പിന്നെ മരണാസന്നനായ വ്യക്തിയുടെ ആ കിടക്കുന്ന വ്യക്തിയുടെ റൂമിൽ, ആ കിടക്കുന്ന റൂമിൽ ഫോട്ടോകൾ, ചിത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റൽ നല്ലതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മരണാസന്നനായ വ്യക്തിയുടെ അടുക്കൽ ചെയ്തികൾ പ്രത്യേകം സുന്നത്തായ കാര്യങ്ങളാണ്. ആ സമയത്തും ഇബ്ലീസ് വരുമെന്നാണ്. ഇബ്ലീസിന്റെ ഷർറിനെ തൊട്ട് അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പിന്നെ ഇനി ഈ ഇബ്ലീസിന്റെ ഷർറിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നിത്യമായി വുദൂ ഉണ്ടാവുക. വുദൂ നിത്യമാക്കുക. അതെന്താണ്? ഇബ്ലീസിന്റെ ഷർറിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ കാരണമാണ്. 2, എപ്പോഴും സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, ആയത്തുൽ കുർസി, അതോടൊപ്പം തന്നെ ലഖദ് ജാഅക്കും എന്ന സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത്. ഈ 6 സൂറത്തുകളും ഈ ആയത്തും എന്താണ്? സ്ഥിരമായിട്ട് ഓതുക. രാവിലെയും ഓതുക, അതുപോലെ വൈകിട്ടും ഓതുക. സുബഹി കഴിഞ്ഞിട്ടും മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷവും ഇതിങ്ങനെ ആവർത്തിച്ച് ഓതിയിട്ട് നമ്മുടെ കൈകളിൽ ഊതി മന്ത്രിച്ച് നമ്മുടെ ശരീരത്തിൽ തടവുക. അതെന്താണ്? ഇബ്ലീസിന്റെ ഷർറിനെ തൊട്ട് ഒരു പരിധിവരെ നമുക്ക് കാവൽ കിട്ടുന്നതാണ്. 3-മത്തേത്,
എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ഇടക്കിടക്കൊക്കെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം കൂട്ടത്തിൽ ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അതുപോലെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഈ രണ്ട് ദിക്റുകളും മാറി മാറി ഇടക്കിടക്ക് പറയുക. പിന്നെ നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഇബാദത്തുകളിൽ മടി കാണിക്കരുത്. ഇബാദത്തുകളൊക്കെ കൃത്യസമയത്ത് ചെയ്യുക. കാരണം ഏത് സമയത്താണ് മരണപ്പെട്ടു പോകുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇബാദത്തുകളൊക്കെ കൃത്യസമയത്ത് തന്നെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ എന്താണ്? ശൈത്വാന്റെ ശർറിനെ തൊട്ട് ഇബ്ലീസിന്റെ ശർറിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ നമ്മൾ ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇബ്ലീസ് നമ്മളെ വസ്വാസിലാക്കുന്ന 4 സമയങ്ങൾ, ഇബ്ലീസിന്റെ ശർറിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ചെയ്തിരിക്കേണ്ട 4 കാര്യങ്ങളൊക്കെ വിശദമായി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മുടെ ഈ പഠനം നമ്മൾ ഇത് പറഞ്ഞതുകൊണ്ട് കേട്ടതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഇബ്ലീസിന്റെ ശൈത്വാൻ പരമായ എല്ലാ ഉപദ്രവങ്ങളെ തൊട്ടും അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ജീവിതത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ, ദുന്യാവിൽ മാത്രമല്ല നാളെ ആഖിറത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.